ഏകദേശം ഒരു 23,000 to 24,000 രൂപ ഞാൻ ആ മാസം ഉണ്ടാക്കി ഗൈസ്. നിങ്ങൾക്കറിയാം, ഞാൻ പല കാര്യങ്ങളും പലതും കൊണ്ട് ഞാൻ അവരുടെ യൂട്യൂബിൽ ഈ 2 വർഷം കൊണ്ട് ഞാൻ എടുത്ത എന്റെ ഹാർഡ് വർക്കുകളുടെ അവസാനം എന്റെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ഗൈസ്. ഞാൻ ഈ ഇത്രയും നാൾ കോളേജിൽ പോകാതെ ഞാൻ അതിനു വേണ്ടി ഫുൾ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ അതിനു വേണ്ടി എടുത്ത ഫീൽഡ് എന്ന് പറയുമ്പോൾ ഹലോ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ 2 വർഷം മുമ്പ് പ്ലാൻ ചെയ്ത വീഡിയോ ആണ് ഗൈസ്. സംഭവം എന്തെന്ന് ഞാൻ പറയാം ഗൈസ്. ഞാൻ ഈ കഴിഞ്ഞ 2 വർഷവും കൊണ്ട് വീട്ടിൽ തന്നെയാണ്, കോളേജിലൊന്നും പോയിട്ടില്ല. അതിന്റെ കാരണം എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് ഗോൾസ് ഉണ്ട് ഗൈസ്, എനിക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട്. അപ്പൊ ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇത്രയും നാൾ കോളേജിൽ പോകാതെ ഞാൻ അതിനു വേണ്ടി ഫുൾ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ അതിനു വേണ്ടി എടുത്ത ഫീൽഡ് എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് ആണ് ഗൈസ്. അപ്പോൾ പലർക്കും അറിയാം ഞാൻ ട്രേഡ് ചെയ്യുന്ന കാര്യം. അറിയാത്തവർക്ക് വേണ്ടി പറയണമേ ട്രേഡർ ഗൈസ്. സംഭവം എന്ന് പറയുമ്പോൾ ഞാൻ വലിയ പ്രോഫിറ്റബിൾ ഒന്നും ആയിട്ടില്ല, മില്യണയർ ഒന്നും ആയിട്ടില്ല, ബട്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇവിടെ വന്നിരിക്കുന്ന പറയുമ്പോൾ എന്റെ ഈ 2 വർഷത്തെ കഷ്ടപ്പാട്, ഈ 2 വർഷം കൊണ്ട് ഞാൻ എടുത്ത എന്റെ ഹാർഡ് വർക്കുകളുടെ അവസാനം എന്റെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ഗൈസ്. അതെന്തോന്ന് ഞാൻ പറയാം. ദ മൈൽ സ്റ്റോൺ വാസ് പാസ് എ ഫണ്ടഡ് അക്കൗണ്ട്. സംഭവം എന്ന് പറയുമ്പോൾ ഗൈസ്, ഞാൻ എന്റെ ട്രേഡിങ്ങിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാം ഫണ്ടഡ് അക്കൗണ്ട് എന്തുവാണ്. ഞാൻ വിശദീകരിക്കാൻ പോകുന്നില്ല. പിന്നെ വേറെ ദിവസം ഞാൻ പറയാതെ എന്തോ സംഭവം. എന്റെ ഫണ്ടഡ് അക്കൗണ്ട് പാസ്സായി ഗൈസ്. ഫസ്റ്റ് ഫണ്ടഡ് അക്കൗണ്ട് എനിക്ക് പാസ്സാക്കാൻ പറ്റി. 2 വർഷത്തെ കഷ്ടപ്പാട്, 2-2.5 വർഷത്തോളം ഇരുന്ന് പഠിച്ച് സമയം ഇതിനു വേണ്ടി കോളേജിൽ പോകേണ്ട സമയം ഞാൻ വീട്ടിൽ ഇരുന്ന് പഠിച്ച് ഓരോന്ന് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് തോറ്റ് ഓരോ കാര്യങ്ങൾ മിസ്റ്റേക്കിൽ നിന്ന് കുറെ പഠിച്ച് നേടിയെടുത്തതാണ് ഗൈസ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര പ്രൗഡാണ് ഗൈസ്. കാരണം പലരും ഫസ്റ്റ് ഫണ്ടഡ് അക്കൗണ്ട് ആരും പാസ്സാക്കി, എന്റെ അറിവിൽ അങ്ങനെ ആരും പാസ്സാക്കിയിട്ടില്ല. പലരും ഗാമ്പിൾ ചെയ്ത് കളയത്തേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പ്രൗഡ് എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് ഫണ്ടഡ് അക്കൗണ്ട് എനിക്ക് പാസ്സാക്കി എനിക്ക് പേ ഔട്ട് എടുക്കാൻ പറ്റി ഗൈസ്. ഫസ്റ്റ് പേ ഔട്ട് എടുക്കാൻ പറ്റി. ഞാനിത് ഒരിക്കലും വീഡിയോ എടുത്തില്ലായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് ട്രേഡിങ്ങിനെ കുറിച്ച് ഞാൻ ചെയ്യുന്ന കാര്യം പറയണമെന്ന് എനിക്കില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇത് 2 വർഷം മുമ്പ് പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നു. ഞാനിത് എന്റെ ഫസ്റ്റ് ഫണ്ടഡ് അക്കൗണ്ട് പാസ്സായി അതിനൊരു പേ ഔട്ടും കിട്ടിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ എടുത്തുള്ളൂ. എനിക്കൊരു വാശി ഉണ്ട് ഗൈസ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇപ്പൊ ഇട്ടത്. അതുകൊണ്ട് ഞാൻ ഈ 2 വർഷം ഞാൻ ഈ ഒരു മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഗൈസ്. ഏതൊരു ട്രേഡറിന്റെ ഒരു ഫസ്റ്റ് മൈൽ സ്റ്റോൺ ആണ് ഈ പാസിംഗ് ഫണ്ടഡ് അക്കൗണ്ട്. ഈ ഫണ്ടഡ് അക്കൗണ്ട് പാസ്സാക്കുക, ഒരു പേ ഔട്ട് എടുക്കുക, അതൊക്കെ എന്ന് വെച്ചാൽ നമുക്കൊരു ഏത് ട്രേഡറിന്റെ ഒരു ഫസ്റ്റ് മൈൽ സ്റ്റോൺ ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഞാൻ എന്റെ പേ ഔട്ട് കാണിക്കാം. ഇതാണ് എന്റെ ഫസ്റ്റ് പേ ഔട്ട്. GFT എന്ന് പറഞ്ഞ ഫണ്ടഡ് അക്കൗണ്ട് ഞാൻ എടുത്തത് ഗൈസ്. എനിക്ക് ഈ ഫണ്ടഡ് അക്കൗണ്ട് 1-2 ദിവസം കൊണ്ട് പാസ്സായൊന്നുമല്ല. ഞാനിത് 2-3 മാസം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ലോസ് ആക്കും, റിക്കവർ ചെയ്യും, ലോസ് ആക്കും, റിക്കവർ ചെയ്യും, ലോസ് ആക്കും, റിക്കവർ ചെയ്യും, പ്രോഫിറ്റ് അടിക്കും, റിക്കവർ ചെയ്യും, ലോസ് ആക്കും, പ്രോഫിറ്റ് അടിക്കും, റിക്കവർ ചെയ്യും. അങ്ങനെ പോയി അങ്ങനെ 3 മാസം കൊണ്ടാണ് കഴിച്ച് എനിക്ക് ഫണ്ടഡ് അക്കൗണ്ട് പാസ്സാക്കിയത്. അല്ലാതെ 1 ദിവസം 2 ദിവസം കൊണ്ട് ഗാമ്പിൾ ചെയ്ത് പെട്ടെന്ന് ഉണ്ടാക്കിയതല്ല. ജസ്റ്റ് കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ. പലരും ട്രേഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗാംബ്ലിംഗ് ആണ്, പൈസ ഇട്ട് കഴിഞ്ഞാൽ പോകാനുള്ളതാണ്. അങ്ങനൊന്നുമില്ല ഗൈസ്. പഠിക്കുന്ന രീതിയിൽ പഠിച്ച് എന്തും പോസിബിൾ ആണ് ഗൈസ്. അപ്പോൾ അത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ടൊന്നും പറയാൻ പോകുന്നില്ല, എല്ലാം വഴിയെ പറയുന്ന കാര്യം. ഞാൻ ഇതിൽ ഇപ്പോ ബിഗിനർ ആണെന്ന് വെച്ചാൽ ബിഗിനർ അല്ല, ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ എന്ന് പറയാം. കാരണം മാർക്കറ്റ് എക്സ്പീരിയൻസ് ഇരിക്കുന്നേ ഉള്ളൂ. ഞാൻ ഇതൊരു മില്യണയറോ വലിയ പൈസക്കാരൊന്നും ആയിട്ടില്ല. പ്രോഫിറ്റബിൾ ആണെന്ന് പറയാനും പറ്റത്തില്ല. കാരണം അത്യാവശ്യം എമൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് പേ ഔട്ട് ഇത് സത്യം പറഞ്ഞ വീഡിയോ എടുക്കുന്ന പറയുമ്പോൾ ഞാൻ മാർച്ചിലാണ്. ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടി എനിക്ക് സമയം കിട്ടിയില്ല. ജനുവരിയിലാണ് ഞാൻ പാസ്സാക്കുന്നത്. ജനുവരി പാസ്സായി. എനിക്ക് ഫസ്റ്റ് പേ ഔട്ട് ജനുവരി തന്നെ കിട്ടി. സെക്കൻഡ് പേ ഔട്ടും കിട്ടി. തേർഡ് പേ ഔട്ടിന് ഈ ഫെബ്രുവരി എനിക്ക് ലൂസ് സ്ട്രീക്ക് ആയിരുന്നു. ഫെബ്രുവരി എനിക്കൊന്നും പേ ഔട്ട് എടുക്കാൻ പറ്റിയില്ല. മാർച്ചിന് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ അന്ന് തന്നെ ആലോചിച്ചായിരുന്നു പാസ്സായിട്ട് ഫണ്ടഡ് അക്കൗണ്ട് പേ ഔട്ട് എടുത്തിട്ട് എനിക്ക് വീഡിയോ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ട് എനിക്ക് എടുക്കാൻ ടൈമൊന്നും കിട്ടിയില്ല. ഇപ്പോഴാണ് ഇടുന്നത്. അപ്പൊ ഈ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ള സ്കില്ലൊന്നുമല്ല പഠിച്ചെടുക്കാൻ. ഏറ്റവും ലോകത്തിലെ ഏറ്റവും പാടുള്ള സ്കില്ലാണ് ഗൈസ് ട്രേഡിംഗ്. എനിക്ക് ഇത്രയും ഒരു ഫസ്റ്റ് മൈൽ സ്റ്റോൺ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഗൈസ്. കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനും മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ചെയ്യാനും ഇതിന്റെ സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്യാനും കുറെ എല്ലാ കാര്യങ്ങളും പഠിക്കാനും ഒക്കെ എനിക്ക് 2-2.5 വർഷം എടുത്തു ഗൈസ്. ഞാൻ ഇതിനു വേണ്ടി തന്നെ മാറ്റി വെച്ചേക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു മാറ്റമില്ല. കാരണം നമുക്ക് ഈ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഒരിക്കലും പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല ഗൈസ്. ഓരോ ദിവസം ഓരോ എക്സ്പീരിയൻസ് ആണ്. ഞാൻ അതുകൊണ്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും പ്രോഫിറ്റബിൾ ആണെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഞാൻ തുടങ്ങിയിട്ട് 2-3 വർഷമായുള്ളൂ. പക്ഷെ 2-3 വർഷം കൊണ്ട് എനിക്ക് എന്റെ ഫസ്റ്റ് പേ ഔട്ട് എടുക്കാനും ഫസ്റ്റ് ഫണ്ടഡ് അക്കൗണ്ട് പാസ്സാക്കാൻ എനിക്ക് പറ്റി. അതുകൊണ്ട് എനിക്ക് അതിൽ ഭയങ്കര ഞാൻ പ്രൗഡാണ്. കാരണം ഞാൻ ഒരു മണ്ടത്തരങ്ങളൊന്നും കാണിക്കാതെ ഗാമ്പിൾ ചെയ്യാതെ കൺസിസ്റ്റൻസി ആയിട്ട് ഡിസിപ്ലിൻ ആയിട്ട് ചെയ്തുകൊണ്ട് എനിക്ക് അതിനുള്ള ഫലം കിട്ടി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. കാരണം ഈ 2 വർഷം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടതിന്റെ ഒരു ഫലമായിട്ട് എനിക്ക് 2026 തുടക്കത്തിൽ തന്നെ എനിക്ക് അതിനുള്ളത് റിസൾട്ട് കിട്ടി. അതുകൊണ്ടാണ് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത്. കാരണം ഇനി അങ്ങോട്ടുള്ള എന്റെ ജേർണി നിങ്ങൾ ഡോക്യുമെന്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്കറിയാം ഞാൻ പല കാര്യങ്ങളും പലതും കൊണ്ട് അവരുടെ യൂട്യൂബില് ഫ്രീലാൻസിങ് വന്നിട്ടുണ്ട്. പിന്നെന്താ
വ്ളോഗിങ് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം സംഭവം പറയുമ്പോൾ ഗൈസ് എനിക്ക് എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ എത്തണം എന്നുള്ളൊരു ഒരു മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ കിടക്കുക. അപ്പൊ നമുക്ക് അന്ന് ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം എന്തൊരു ഐഡിയ ഒന്നുമില്ല. എല്ലാം ഞാൻ ശ്രമിക്കും, ഞാൻ എല്ലാം ട്രൈ ചെയ്യാൻ ഗൈസ്. ഞാൻ ഡ്രോപ്പ് ഷിപ്പിംഗ് നോക്കി ട്രൈ ചെയ്യാണ്, റീസെല്ലിങ് ട്രൈ ചെയ്യാണ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഫ്രീലാൻസിങ് എല്ലാം നോക്കിയാണ് ഗൈസ്, എല്ലാ സംഭവം ചെയ്താണ്. പക്ഷെ എനിക്ക് ഒന്നും വർക്കൗട്ടായി, ഒന്നും വർക്ക് ചെയ്തില്ല. പക്ഷെ എനിക്ക് ട്രേഡിങ്ങിൽ എനിക്ക് എന്തോ തരത്തില്ല, എനിക്ക് അതിലൊരു ഫീൽഡ് എനിക്ക് കിട്ടി. ഞാൻ ഇപ്പോഴും പറയുന്നു ഞാനിതിൽ വലിയ പ്രോഫിറ്റബിൾ ആയിട്ടില്ല, പക്ഷെ എനിക്ക് ഫ്യൂച്ചറിലാവുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഗൈസ്. കാരണം ഞാൻ ഇത്രയും എനിക്ക് ഈ 2-3 വർഷം കൊണ്ട് ഈ 99% ആൾക്കാർ ക്വിറ്റ് ചെയ്യുന്ന സ്കില്ലിൽ നിന്ന് എനിക്ക് അത്യാവശ്യം ഒരു എമൗണ്ട് പേര് എടുക്കാൻ പറ്റിയതില്ല. കാരണം വെച്ചാൽ അതും വെറുതെ പേര് എടുക്കാൻ പറ്റത്തില്ല. ട്രേഡറിനെ മനസ്സിലാവത്തുള്ളൂ, ട്രേഡ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും, ട്രേഡിംഗ് അറിയുന്നതിനെ കുറിച്ച് ആൾക്കാർക്ക് മനസ്സിലാവും ഇതിനുള്ള കഷ്ടപ്പാടുകൾ. ഒരു പേയോട്ട് എടുക്കാനും ഒരു ഫണ്ട് കൊണ്ട് പാസ്സാക്കാനും കൺസിസ്റ്റൻസി ആയി ഡിസിപ്ലിൻ ആയിട്ട് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സൈക്കോളജിയും കാര്യങ്ങളും ഒക്കെ ഉള്ള മെയിനായിട്ട് കറക്റ്റായിട്ട് പോയാലേ ഇതെല്ലാം റെഡിയായി വരത്തുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അത്ര എളുപ്പമല്ലെന്ന്. സോ അപ്പൊ എനിക്ക് മനസ്സിലായി ട്രേഡിംഗ് തന്നെ എന്റെ ഒരു ഫീൽഡ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനു വേണ്ടി തന്നെ വീട്ടിൽ തന്നെ ഇരുന്ന് ഇതിനു വേണ്ടി തന്നെ ഞാൻ സമയം കണ്ടെത്തി ഞാൻ പഠിച്ച് മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ചെയ്ത് എന്റെ സ്ട്രാറ്റജിയും കാര്യങ്ങളും പല സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി അതിൽ എന്റെ സ്ട്രാറ്റജി ഞാൻ കണ്ടുപിടിച്ച് കുറെ എന്റെ സൈക്കോളജി കറക്റ്റ് ചെയ്ത് റിസ്ക് മാനേജ്മെന്റ് കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി ഇങ്ങനെ സെറ്റ് ചെയ്ത് എന്റേതായ ഒരു A+ സെറ്റപ്പിൽ അങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. സോ ഇപ്പോഴും ഞാൻ പ്രോഫിറ്റബിൾ ആയിട്ടില്ല, പക്ഷെ പ്രോഫിറ്റബിൾ ആവും ഗൈസ്, അതെനിക്ക് ഉറപ്പാണ്. ആ ഒരു ഫണ്ടോടെ കൊണ്ട് പാസ്സായെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും പ്രോഫിറ്റബിൾ ആണെന്ന് പറയാൻ പറ്റത്തില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് പേയ്ഡ് എടുക്കുന്നവർക്ക് പ്രോഫിറ്റബിൾ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ ഞാൻ ആ ഒരു ലെവൽ എത്തിയിട്ടില്ല, പക്ഷേ ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഒരു ഡോക്യുമെന്ററി പോലെ നിങ്ങളോട് ഈ കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. പലരും ഈ ഫണ്ട് അക്കൗണ്ട് ഫസ്റ്റ് ഫണ്ട് അക്കൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ അഗ്രസീവായിട്ട് അവർ പാസ്സാക്കാൻ നോക്കും. കാരണം പെട്ടെന്ന് പേയ്ഡ് എടുക്കാൻ വേണ്ടി ഒരു അഗ്രസീവായിട്ട് ഫസ്റ്റ് ഫണ്ട് അക്കൗണ്ട് തന്നെ പാസ്സാക്കാൻ നോക്കും അഗ്രസീവായിട്ട്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് അക്കൗണ്ട് തന്നെ ബ്രീച്ച് ആയി പോകും. സോ ഞാനത് ചെയ്തില്ല. എനിക്ക് എന്റെ സൈഡിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ക്വാളിറ്റി ഉണ്ടായത് ഞാൻ ആ ഫസ്റ്റ് ഫണ്ട് അക്കൗണ്ട് തന്നെ ക്ഷമയോടെ ഞാൻ ഫസ്റ്റ് ഫണ്ട് അക്കൗണ്ട് എടുത്തപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചാണ് ഞാൻ സമാധാനമായിട്ട് പയ്യെ എത്ര താമസിച്ചാലും കുഴപ്പമില്ല പയ്യെ ഞാനത് പാസ്സാക്കി എടുക്കത്തുള്ളൂ. സോ അതുപോലെ നടന്നു. ഞാനൊരു 2-3 മാസം കൊണ്ടാണ് ഫസ്റ്റ് ഫണ്ട് അക്കൗണ്ട് പാസ്സാക്കിയത്. രണ്ടാമത്തെ ഫസ്റ്റ് ഫണ്ട് അക്കൗണ്ട് ഇപ്പൊ എടുത്തു, വേസ് പണി ഇരിക്കുകയാണ്, ഇതൊരു പാസ്സായില്ല, ഞാൻ പാസ്സായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറെ പേരോട് പറഞ്ഞു ഈ ട്രേഡിങ്ങിനെ കുറിച്ച് നീ ഇപ്പോഴേ വീഡിയോ ഇടണ്ട, ട്രേഡിങ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കുന്നതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടത്തില്ല എന്നൊക്കെ പറയുന്നതൊക്കെ ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല ഗൈസ്. കാരണം എനിക്കൊരു ഇതുണ്ട്, ഞാനിത് എനിക്ക് പറ്റുന്ന മിസ്റ്റേക്സും ഞാൻ പഠിക്കുന്ന ലെസൺസും ഒക്കെ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യണമെന്നും പഠിപ്പിച്ചു തരണമെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നും ഒക്കെ ഉള്ള നല്ല കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ കണ്ടന്റ് ക്രിയേഷനോട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. സോ ഗൈസ്, അപ്പൊ ഞാൻ കഴിഞ്ഞല്ല ജനുവരി മാസത്തെ ഇപ്പൊ മാർച്ച് 1-2 കണ്ട ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ജനുവരിയിലെ പിന്നിൽ കാണിക്കാം, ഫെബ്രുവരിയിലെ ലോസ് ആട്ടോ. ഫെബ്രുവരിയിലെ കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഫെബ്രുവരിയിലെ ലോസ് സ്ട്രീക്കാൻ ഞാൻ നിങ്ങളുടെ ട്രാൻസ്പെറന്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ, കളത്തെ കൊണ്ട് കാര്യമില്ല. ഫെബ്രുവരിയിലെ കാണിക്കാം, ജനുവരിയിലെ കാണിക്കാം. ജനുവരിയിലെ PNL ആണ് ഗൈസ് ഞാനിപ്പോൾ കാണിക്കാം. ഞാൻ എടുത്ത ഫണ്ട് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ GFTയുടെ ആണ്, ഗോഡ് ഫണ്ട് ട്രേഡർ എന്ന് പറയുമ്പോൾ. അത് എടുക്കാൻ കാരണം എന്ന് പറയുമ്പോൾ അഫോർഡബിൾ ആയിരുന്നു. $17 എനിക്ക് 5K അക്കൗണ്ട് കിട്ടുമായിരുന്നു, 5K ക്യാപിറ്റലുള്ള അക്കൗണ്ട് കിട്ടുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തത്. കാരണം തുടക്കത്തിലേ പോയി ചാടിക്കൈ വലുതേ കയറി പിടിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ മൂഞ്ചാൻ വയ്യായിരുന്നു. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ GFT എടുത്തത്. GFT ആകുമ്പോൾ ഞാനത് ഒരാളുടെ റെക്കമെൻഡേഷൻ വഴി ഞാൻ എടുത്തതാണ്. എന്ന് പറയുമ്പോൾ ഇൻസ്റ്റയുള്ള ഒരു ഇൻഫ്ലുവൻസറിന്റെ കണ്ടിട്ട് എടുത്തത്. പക്ഷെ കുഴപ്പമില്ല, കൊള്ളാം, പാവമായിട്ട് കിട്ടുന്നുണ്ട്. അവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നൈസാണ്. അതുകൊണ്ട് ഇതിപ്പോ ഡൗണിൽ കിടക്കുവാണ് അക്കൗണ്ട്. ലൈവ് അക്കൗണ്ടാണത്, പാസ്സാക്കിയ അക്കൗണ്ടാണത്. ഇപ്പൊ $4,933 കിടക്കുക, ഒരു 1% ഡൗൺ ആണ്. ഞാൻ കാണിക്കേണ്ട ഈ ഫെബ്രുവരിയിലെ -$95 കണ്ട. ഫെബ്രുവരിയിലെ ലൂസിംഗ് സ്ട്രീക്ക് ആയിരുന്നു മൊത്തം. നല്ല എനിക്ക് ഫെബ്രുവരി എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, ട്രേഡ് ഒന്നും എടുക്കാൻ പറ്റില്ല, ഞാൻ കൂടുതലും ബിസി ആയിരുന്നു. എടുത്താലും ലോസ് ആയിരുന്നു. ജനുവരിയിലെ കാണിക്കും. ജനുവരിയിലാണെങ്കിൽ ഇത് കണ്ട്, ഇതില് 29 ട്രേഡ് ഞാൻ എടുത്തു. 29 ട്രേഡ് എടുത്തു, $250 ഉണ്ടാക്കി. ഏകദേശം ഒരു 23,000 to 24,000 രൂപ ഞാൻ ആ മാസം ട്രേഡ് ചെയ്തുണ്ടാക്കി ഗൈസ്. ഇത് കണ്ടാ അറിയാം, ഇത് ഞാൻ ജസ്റ്റ് ഗാംബ്ലിങ്ങോ ഒന്നുമല്ല, ജസ്റ്റ് കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ. പക്ഷെ ഗൈസ് ഇത് പേഔട്ട് കിട്ടിയത് ഞാൻ പറയാം, പേഔട്ട് കിട്ടിയത് മൊത്തം കിട്ടിയില്ല കേട്ടോ. കാരണം വെച്ചാൽ ഇതെന്ന് പറയുമ്പോൾ ഇതിന്റെ പകുതി ദിവസം, ഏതോ ദിവസം 14 തീയതി വരെ ഉള്ളത് നമുക്ക് പേഔട്ട് കിട്ടിയുള്ളൂ, മനസ്സിലായോ? അതിന്റെ ബാക്കിയുള്ളത് എനിക്ക് സെക്കൻഡ് പേഔട്ടിലാണ് കിട്ടിയത്. കാരണം ബൈ വീക്കിൽ എടുത്തുന്ന 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് പേര് എടുക്കാൻ പറ്റത്തുള്ളൂ. ജനുവരി 4 തീയതി എനിക്ക് ലൈവ് അക്കൗണ്ട് ഞാൻ ട്രേഡ് ചെയ്ത് തുടങ്ങി. 14 തീയതിയാണ് എനിക്ക് പേട്ട് ദിവസം വന്നത്. 14 തീയതി വരെയുള്ള പ്രോഫിറ്റ് എനിക്ക് കിട്ടിയുള്ളൂ. ബാക്കിയുള്ളതായിട്ടുള്ള $130, $62, $5 അങ്ങോട്ടുള്ളത് ആ മാസം ഫെബ്രുവരി 3 തീയതിയാണ് എനിക്ക് കിട്ടുന്നത്. പേഔട്ട്, സെക്കൻഡ് പേഔട്ട്.
എത്ര $117 കണ്ടത്, അത് 103 117 മൊത്തം മൊത്തം ഞാൻ $176 ഞാൻ ടോട്ടൽ പേര് എടുത്ത് കൈസ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് 80% കിട്ടത്തുള്ളൂ. നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ പേ ഔട്ടിന്റെ ഉണ്ടാക്കുന്നതിന്റെ പ്രോഫിറ്റിന്റെ 80% കിട്ടത്തുള്ളൂ അക്കൗണ്ടിന്റെ. ഇതാണ് ഇപ്പൊ എന്റെ ഇത് മറ്റേ അക്കൗണ്ട് എന്തുവാ സെക്കൻഡ് അക്കൗണ്ട് ഇപ്പോൾ ഒരു 2% അപ്പാണ്. ഇനി $283 ബാക്കിയുണ്ട്. അതോടെ ആക്കി കഴിഞ്ഞാൽ ഫേസ് 1 പാസ്സാവും. കഴിഞ്ഞ മാസം ഞാൻ ഉണ്ടാക്കിയ പെയിനിലാണ് കൈസ് ഇപ്പൊ കണ്ടത്. കഴിഞ്ഞ മാസം അല്ല, ജനുവരി ഉണ്ടാക്കിയ പെയിനിലാണ് കൈസ് ഇപ്പൊ കണ്ടത്. ഫെബ്രുവരി ദിവസം സ്ട്രൈക്ക് ആയിരുന്നു. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ കൈസ് ഒരു ഞാൻ പറഞ്ഞില്ലേ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ബട്ട് അത് സമയമെടുക്കും. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇതൊരു ഗ്യാരണ്ടി ഇല്ല, പ്രോഫിറ്റിൽ ഗ്യാരണ്ടി ഇല്ല. സോ ഇങ്ങനെയാണ്. ജനുവരി വിന്നിംഗ് സ്ട്രീക്ക് ആണെങ്കിൽ ഫെബ്രുവരി ലൂസിംഗ് സ്ട്രീക്ക് ആയിരിക്കും, മാർച്ചിൽ വിന്നിംഗ് സ്ട്രീക്ക് ആയിരിക്കും, ചിലപ്പോൾ ഏപ്രിൽ വിന്നിംഗ് സ്ട്രീക്ക് ആയിരിക്കും, ചിലപ്പോൾ മെയ്യിൽ ലൂസിംഗ് സ്ട്രീക്ക് ആയിരിക്കും, ചിലപ്പോൾ ജൂണിൽ ലൂസിംഗ് സ്ട്രീക്ക് ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും ട്രേഡിംഗ്. അപ്പൊ നമുക്കതൊരു ഗ്യാരണ്ടി ഇല്ല. പക്ഷെ നമ്മൾ ഇതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസിപ്ലിൻ ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന പോലെ ഇരിക്കും. പേ ഔട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഇൻകം സോഴ്സ് പോലെ വരുന്നത്. അല്ലാതെ നമ്മൾ ഗ്യാമ്പിൾ ചെയ്ത് കൂടുതൽ പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഗ്യാമ്പിൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പഠിക്കേണ്ട രീതിയിൽ പഠിച്ച എന്ത് നമുക്ക് പോസിബിൾ ആണ്. സോ ഇപ്പൊ ഇത്ര ഉള്ളായിരുന്ന വീഡിയോ. അപ്പൊ ഞാൻ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ കാണുന്ന പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് ട്രാൻസ്പെറന്റ് ആയിട്ട് നിൽക്കുന്ന ആഗ്രഹമുള്ളതാണ്. എന്റെ ലൈഫ് ജേർണി നിങ്ങളോട് ഡോക്യുമെന്ററി പോലെ എന്ന് പറയുന്നത് നിങ്ങളോട് കൂടെ ഷെയർ ചെയ്ത് ആ ഒരു ജേർണി കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇനി ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. ഇനി എൻ്റെ ലൈഫിലെ വീഡിയോസും ലൈഫിലുള്ള കടന്ന കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കുന്നതായിരിക്കും. എനിക്ക് മെയിനായിട്ട് ഗൈസ് ഈ വ്ളോഗ് എടുക്കാൻ പാടാണ് ഗൈസ്. ഈ വെളിയിലൊക്കെ ഇപ്പോൾ വ്ളോഗ് എടുക്കുക ഭയങ്കര മടിയാണ്. പണ്ട് കൊച്ചിലൊക്കെ ഭയങ്കര പ്രാന്തൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് പറ്റുന്നില്ല ഗൈസ്. വെളിയിലൊക്കെ പോയിട്ട് ഇത് വ്ളോഗ് എടുക്കുന്നത് ഭയങ്കര പാടാണ്. എനിക്ക് പറ്റുന്നില്ല, എനിക്ക് നിർത്തില്ല. പക്ഷെ എന്റെ മാക്സിമം ശ്രമിക്കും. എന്നോട് പറ്റുന്ന പോലെ ഞാൻ മാക്സിമം ശ്രമിക്കും. വീട്ടിൽ നിന്നാണ് എന്ത് തോന്നുന്നത് ഞാൻ പറയും. പക്ഷെ വെളിയിൽ ഇപ്പോൾ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ വേറൊന്നുമില്ല ഗൈസ്. അപ്പോൾ അതിലുണ്ടോ പറയാൻ? വേറെ ഇതിനകത്ത് സ്ക്രിപ്റ്റ് എഴുതിയേക്കുന്നത് നോക്കട്ടെ. എല്ലാവരുടെ സപ്പോർട്ട് വേണം ഗൈസ്. അപ്പോൾ വേറൊന്നുമില്ല, എല്ലാവരുടെ സപ്പോർട്ട് വേണം എല്ലാത്തിലും. സോ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതിന്റെ റിപ്ലൈ ആയിട്ടൊക്കെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ ഒന്നുമില്ല ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് അടിച്ചു പൊട്ടിക്കുക. ഓക്കെ ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ നമുക്ക് കാണാം. എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ബൈ.